താഴ്ന്നവനെന്ന് തള്ളിക്കളയാൻ പറ്റാത്ത വിധം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് എല്ലാം മനുഷ്യരും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ചിലരെ എല്ലാം ഇങ്ങനെ വെറുക്കുകയും ഭിന്നിപ്പിക്കുകയും വിദേശികളാണെന്നൊക്കെ ആക്ഷേപിക്കുന്നത്. പക്ഷെ അവരോടെല്ലാം നമുക്ക് സ്നേഹമാണ്. കാരണം ഈ സത്യം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കാരോടും വെറുപ്പില്ല. നമ്മളെല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുക. അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ക്രൈസ്തവന്റെ ഉയർന്ന മൂല്യത്തെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജയിൽ മിനിസ്ട്രി ഉണ്ട് നമുക്ക്. എന്താണ് ജയിൽ മിനിസ്ട്രി? ഒരു നൈമിഷിക നിമിഷത്തിൽ ഒരാള് കുറ്റവാളിയായാൽ രാജ്യത്തിന്റെ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കണം. അവരുടെ ജീവപര്യന്തം ജയിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ ജീവിതം പിന്നെ നിരാശയിലും ദുഃഖത്തിലുമാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് കടങ്ങി ചെല്ലുകയാണ് ആര്? ഈ മാടപ്രാവുകളെ പോലെയുള്ള കന്യാസ്ത്രീമാരും പുരോഹിതരും ഈ ജയിലിലേക്ക് കടന്നു ചെന്ന് നിരാശ ബാധിച്ച് ജീവിതം നരകതുല്യമായി വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഈ ശ്രമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും സൗജന്യമായി പാപക്ഷമ നൽകാൻ കഴിയുന്ന ക്രിസ്തുവിനെ കുറിച്ചും പ്രഘോഷിച്ച് ആ ലക്ഷക്കണക്കിന്